ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതായ ദിവസം ഏതൊക്കെയാണ്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഓരോ സമയത്തും ഓരോന്ന് പോലെയാട്ടോ തോന്നിയിരുന്നത്. ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും പറയും കേട്ടോ. സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് പറയാറുള്ളത്. അത് കഴിഞ്ഞ് കോളേജൊക്കെ ആയപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറി കേട്ടോ. കോളേജൊക്കെ ആയ സമയത്ത് കോളേജിൽ പോകാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വീക്ക് ഡേയ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരവസ്ഥ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങൾ ഫ്രൈഡേയും സാറ്റർഡേയും. അതുപോലെ ഇഷ്ടമില്ലാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ സൺഡേ ആണ് കേട്ടോ. ഇന്ന് ഒരു മൺഡേ ആണ്. മൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഉഷാറ് കുറവാട്ടോ മനസ്സിനെ. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരാഴ്ച ഫുള്ളും നമ്മൾ ഇവരായിട്ട് ഗുസ്തി പിടിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു തളർച്ച. പിന്നെ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ എന്നാൽ വെള്ളിയാഴ്ച നമുക്ക് ശനി ഞായർ ലീവാണെന്നുള്ള സന്തോഷം, ഞായറാഴ്ച നമുക്ക് എന്താ പറയുക അടുത്ത ദിവസം ക്ലാസ് ഉണ്ടല്ലോ എന്നുള്ള വിഷമം, ശനിയാഴ്ച ആകുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ദിവസമാണല്ലോ, അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസം അങ്ങനെയാട്ടോ തോന്നിയിട്ടുള്ളത്. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ പഠിപ്പിക്കാനോ പഠിക്കാനോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ ലഞ്ച് കൊടുത്തു വിടുന്നുണ്ട്. കാരണം അവിടെ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നോർമൽ ടൈമിങ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ട് ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ടുവിനെ ഒരുക്കുക. ഈ ഒരുക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ. എനിക്ക് ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവരെ ഒരുക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്നും തല്ലൂട്ടാണ് കേട്ടോ. ഞാനും പട്ടുവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം കേട്ടോ. പട്ടുവിനെ മുടി കെട്ടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അത് മാത്രമല്ല, പട്ടുവിൻ്റെ ഡ്രസ്സ് നമ്മളൊന്ന് സൈസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി അത് എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പൊങ്കലിൻ്റെ തിരക്കായതുകൊണ്ടേ കണ്ടോ, ബാക്കൊക്കെ ഭയങ്കര ടൈറ്റാണ്. ഞാൻ 2 വട്ടം അതുമേ എന്താ പറയുക ഒന്ന് ഓൾട്ടർ ചെയ്യാനായിട്ടൊക്കെ ഇരുന്നായിരുന്നു. പക്ഷേ ശരിയായില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അത്ര ഭംഗിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാരില്ല, നല്ല ഭംഗിയുണ്ട്, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പട്ട് പോയിട്ടോ. പിന്നെ ഇനി അടുത്ത ആളുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അടുത്ത ആളെയും കൂടി റെഡിയാക്കണമല്ലോ. അപ്പോൾ ഇന്ന് സെലിബ്രേഷൻ ആയതുകൊണ്ട് മൂപ്പരാണ് നേരത്തെ എണീറ്റ് പുതിയ ഡ്രസ്സൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നേരത്തെ എണീറ്റ് പട്ടുവിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുളിപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി പട്ടുവിനെ പറഞ്ഞു വിട്ടിട്ട് വേണം നമുക്ക് അവളുടെ അടുത്തേക്ക് പോകാൻ. പട്ടു അപ്പൂൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കി പണികളൊക്കെ നമുക്ക് പിന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ചുണ്ടുവിൻ്റെ അടുത്തേക്ക് പോകാം. പട്ടുവിനെ ഒരുക്കണതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരാളും കൂടി അവിടെ ഒരുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കി അവൾക്ക് ഇടാനുള്ള മാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൈ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ എനിക്ക് ഇട്ട് തരാത്തേ, എന്താ ചേച്ചിക്ക് മാത്രം ഇട്ട് കൊടുക്കണേ, എനിക്ക് എന്താ ഇട്ട് തരാത്തേ എന്ന് ചോദിച്ചിട്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ. ബഹളം മാത്രമല്ല കേട്ടോ, നല്ല വൈലൻ്റ് ആവുന്നുണ്ട്. എന്നെ അടിക്കുക, എന്നെ കടിക്കുക, എന്തൊക്കെയാണ് ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഇട്ട് കൊടുത്തു. എല്ലാത്തിനും ഒരുങ്ങാൻ ഇരുന്ന് തരും കേട്ടോ. ചുണ്ടും ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരുങ്ങാനൊക്കെ ഇരുന്ന് തരും. പക്ഷേ ഇവർക്ക് 2 പേർക്കും മുടി കെട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഗുസ്തിയുള്ളൂ. ബാക്കി എല്ലാത്തിനും ഇരുന്ന് തരും. മുടി കെട്ടുന്നത് ഇവർക്ക് ഭയങ്കര എന്താണെന്നറിയില്ല. നമുക്ക് അവർ പറയുന്ന പോലെ തന്നെ ഞാൻ കെട്ടി കൊടുക്കണം. പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. എനിക്കറിയുന്ന പോലെ കെട്ടി കൊടുക്കും. അപ്പോൾ പിന്നെ അവർ വീണ്ടും വലിച്ചു വരും. ഇവിടെ ഭയങ്കര വഴക്കാണ് ഈ മുടി കെട്ടണ കാര്യത്തിൽ. ഞങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടാപ്പൊട്ടികളാണ് കേട്ടോ. പിന്നെ ഇന്നലെ വാങ്ങിയിട്ടുള്ള വള ഇതാണ് കേട്ടോ. നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള വളയൊക്കെ ഇട്ട് കൊടുത്തു, മാല ഇട്ട് കൊടുത്തു, കണ്ണെഴുതി, പൊട്ടുകൊട്ട്, ഡ്രസ്സൊക്കെ ഇട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് എന്താ പറയുക ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 പെൺകുട്ടികളാകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് ഒരാളെ ഒരു രീതിയിൽ ഒരുക്കിയിട്ട് നമുക്ക് അടുത്ത ആളെ വേറൊരു രീതിയിൽ ഒരുക്കാം. നമുക്ക് പരീക്ഷണങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അവളെ ഒരുക്കിയ അതേപോലെ തന്നെ എനിക്ക് ഒരുക്കി തരണം. എന്താണോ അവൾക്ക് ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ എന്താണോ അവൾക്ക് മേടിച്ചു കൊടുത്തത് അത് തന്നെ എനിക്കും ഇട്ടും മേടിച്ചും തരണം. അങ്ങനെയാണ് കേട്ടോ. ഞാൻ ചില സമയത്ത് വിചാരിക്കും പട്ടുവിനെ ഈ രീതിയിൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ടുവിനെ വേറെ രീതിയിൽ മുടി കെട്ടാം, അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. ചേച്ചിക്ക് എങ്ങനെയാണോ ചെയ്തത് എനിക്ക് അതുപോലെ തന്നെ ചെയ്യുന്നത്. ചേച്ചിക്ക് അങ്ങനെയാണല്ലോ കെട്ടി കൊടുത്തത്, ചേച്ചിക്ക് ഇങ്ങനെയാണല്ലോ പൂ വെച്ച് കൊടുത്തത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ചെയ്തെന്നില്ല, എന്നോട് സ്നേഹമില്ല. ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്നൊന്ന് പറയണം കേട്ടോ. ഇവിടെ എങ്ങനെയാണ്
അതുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ പട്ടുവിനൊരു മാല വാങ്ങി കഴിഞ്ഞാൽ ചുണ്ടുവിന് അതേപോലെയുള്ള മാല അങ്ങനെ നോക്കി വാങ്ങിക്കും കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒന്നായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അത് പറഞ്ഞ് തല്ലൂടാണെങ്കിൽ കുഴപ്പമില്ല, കരയാണെങ്കിലും ഞാൻ ക്ഷമിക്കും. പക്ഷേ ഈ മാല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് പൊട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുകയോ ഇല്ല. അപ്പോൾ അത്രയും എന്താ പറയുക വയലൻ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരേ സാധനം തന്നെ 2 എണ്ണം വാങ്ങും, എപ്പോഴും വാങ്ങും കേട്ടോ. അങ്ങനെ നമ്മുടെ ചുന്ദരിമണീനെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ എന്തതിന് പറയുക, ചുട്ടിയോ മാട്ടിയോ ഈ ഒരു സംഭവം കുറേ നാളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നു. ഇത് കൊളത്താൻ നമ്മൾ എന്തെങ്കിലും ഈ സാധനം അന്വേഷിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് കിട്ടില്ല കേട്ടോ. പിന്നെ ഇതെനിക്ക് വലിയ കാര്യമായിട്ട് വെക്കാനൊന്നും അറിയില്ല കേട്ടോ. എന്നാലും ചുണ്ടിന് മേലെ പരീക്ഷിക്കാനുള്ള സമയമുണ്ട്. അതുപോലെ അവൾക്ക് ഇഷ്ടമാണ്, അവിടെ ഇരുന്ന് തരും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും, എന്താ പറയുക, എന്തുട്ടാ അമ്മ ഇത് ശരിയായിട്ടില്ല, അമ്മ അവിടെ ശരിയായിട്ടില്ല, ഇവിടെ ശരിയായിട്ടില്ല എന്നൊക്കെ പറയും. എന്നാലും എന്താ പറയുക, ഇഷ്ടമാണ് ഒരുങ്ങാനൊക്കെ. പിന്നെ എല്ലാ കുട്ടികളും ഇങ്ങനെയാണ് വരുന്നതെന്നൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊങ്കൽ, ദീപാവലി അതുപോലുള്ള ഫങ്ഷൻസിനൊക്കെ ഇതിനേക്കാളും അക്രമമായിട്ടാണ് കേട്ടോ കുട്ടികൾ ഒരുങ്ങി വരിക. മുടിവാറൊക്കെ വെച്ച് എല്ലാം മുല്ലപ്പൂ, കുഞ്ഞു പിള്ളേരടക്കം ധാവണി എടുത്തിട്ട്, ചുണ്ടുവിൻ്റെ പ്രായമുള്ള കുട്ടികളടക്കം ഇവിടെ ധാവണി എടുത്തിട്ടാണ് കേട്ടോ വരാറുള്ളത്. അപ്പോൾ നമുക്ക് തോന്നും അയ്യോ പാവങ്ങൾ നടക്കാൻ കൂടി വയ്യാത്ത ആ രീതിയിലാണ് ഒരുങ്ങിക്കെട്ടി വരാറ്. നമ്മളാണ് അവിടെ ഏറ്റവും കുറവായിട്ട് ഒരുങ്ങുന്ന കുട്ടികൾ. പിന്നെ ഞാൻ മുടി കെട്ടിക്കൊടുത്തത് അത്രയ്ക്കവിടെ പിടിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ മുഖം പിടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ക്യാമറ വെച്ചിട്ടുള്ള കാരണം അതിൽ കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നോക്കുകയാണ് വെച്ചിരിക്കുന്നത് ശരിയാണോ, ചേച്ചി കെട്ടിയ പോലെയൊക്കെ തന്നെയാണോ എനിക്കും കെട്ടി തന്നിട്ടുള്ളത്, എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ്. പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കി, അങ്ങനെ വെച്ച് നോക്കി, ചാച്ചും ചെരിച്ചും ഒക്കെ വെച്ച് നോക്കി ലാസ്റ്റ് ഞങ്ങളങ്ങോട്ട് ഒരു രീതിയിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. സാധാരണ ചുണ്ടുവിനെ ഒരുക്കാനായിട്ട് കുറേ സമയം കിട്ടാറുണ്ട്. പക്ഷെ പട്ടുവിന് ഇതൊന്നും കിട്ടാറില്ല കേട്ടോ. പട്ടുവിനെ ഇത്തിരി നേരത്തെ പോകേണ്ടത് കൊണ്ടും സ്കൂളിലേക്ക് ലഞ്ചൊക്കെ കൊടുത്തു വിടുന്നതുകൊണ്ടും എനിക്കങ്ങനെ അവളങ്ങനെ ഒരുക്കാനോ ഒരുങ്ങി നിർത്താനൊന്നും അങ്ങനെ സമയം കിട്ടാറില്ല. ഫോട്ടോ എടുക്കാൻ പോലും സമയം കിട്ടാറില്ല. പിന്നെ പട്ടുവിനെ തീരെ ഇഷ്ടമല്ല കേട്ടോ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊന്നും. നമ്മൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്, ഓടിപ്പോകും ഒരാൾ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി കയറി നോക്കിയതാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരാൾ ഒരുക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. സമയം 9:30 എന്ന് പറഞ്ഞിട്ട് 9:45 ഇവിടുത്തെ ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ ആ വീട്ടിലുള്ള എല്ലാ സകലമാന ജ്വല്ലറീസും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതാ ഇടേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞതാണ്. ഇന്ന് വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്ക എടുത്ത് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതുപോലെ എന്തോ ഒരു സാധനം, എന്തോ ഒരു കായ്, എന്താ ചിരവയ്ക്കാണോ പടവലങ്ങയാണോ എന്തോ ഒരു കായ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്ത് കായാണെങ്കിലും കുഴപ്പമില്ല, അത് പരിപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെടുത്ത് പുറത്തോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് രണ്ടാണ് നമ്മുടെ സ്പെഷ്യൽ. പിന്നെ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് സ്ഥിരം ചെയ്യുന്ന പോലെ മുട്ട കുത്തിപ്പൊരിക്കാം. അതാണ് കേട്ടോ ഇന്ന് ഞാനിങ്ങനെ മൈൻഡിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോഴേക്കും സമയം പോകട്ടോ. പ്രത്യേകിച്ച് ഒരു 10 മണി തൊട്ടിട്ട് 12 മണി വരെയുള്ള സമയം എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല. ഞാൻ വേഗം ഫുഡൊക്കെ തട്ടി കൂട്ടിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്ക് ചൂടോടുക്കനെ ആണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് കഴിച്ചു. അങ്ങനെ ചുണ്ടൂരെടുക്കാൻ വേണ്ടിയിട്ട് KG സെക്ഷനിലേക്ക് പോയി. അവർക്ക് എല്ലാവർക്കും പൊങ്കൽ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. ഈ ഒരു ഏജിലുള്ള കുട്ടികളെനൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരുങ്ങി വരുന്നത് കാണാൻ നല്ല ക്യൂട്ടാണ്. അപ്പോൾ അത് കണ്ട് പിന്നെ ലഡുവിൻ്റെ അടുത്ത് വന്നു. പിന്നെ രണ്ടുപേരും കുറച്ച് നേരമൊക്കെ കളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സിനെ കുറിച്ചും ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ വർണ്ണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് ആളെനിക്ക് ബോലി ഉണ്ടാക്കി കൊടുന്നു. ബോലി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്വീറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയോ അല്ലെങ്കിൽ അവലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിറച്ചിട്ടുണ്ടാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. ഈ ഒരു പൊങ്കൽ സമയത്ത് ഓരോ വീടിൻ്റെ മുമ്പിലുള്ള കോലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് വെറൈറ്റി ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ കണ്ടിട്ട് പോകാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ സ്കൂളിൻ്റെ മുമ്പിൽ പട്ടുവിനെടുക്കാൻ പോയപ്പം ആ ഒരു ഏജിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുങ്ങി വരുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഈ ധാവണിയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് കൂടുതൽ കുട്ടികളുണ്ടായിരുന്നത്.
പട്ടുവിനെടുക്കാൻ പോയപ്പോഴും കിട്ടിയിട്ടാ ഒരു പാത്രത്തിൽ പൊങ്കൽ. പക്ഷെ ഞാനങ്ങനെ കഴിക്കാറില്ല കേട്ടോ. പിന്നെന്താ, പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്ന് ഇന്ന് ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൊട്ടറ്റോ മെഴുക്ക് വരട്ടി പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ കട്ടിങ്ങിനൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ അപ്പുണ്ടല്ലോ, അപ്പോൾ അവൻ കുറേ കട്ട് ചെയ്ത് തന്നു. പിന്നെ അവൻ എനിക്കിങ്ങനെ ഐഡിയാസൊക്കെ തരും കേട്ടോ. ഞാനിങ്ങനെ എന്താ ഉണ്ടാക്കട്ടെ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ, ചേച്ചി നമുക്കിന്ന് അതുണ്ടാക്കാം ചേച്ചി, അതുണ്ടാക്കിയാലോ ചേച്ചി, ഇതുണ്ടാക്കിയാൽ നന്നാവോ ചേച്ചി, ചേച്ചി അത് കഴിക്കാൻ തോന്നുന്നുണ്ടോ ചേച്ചി, അങ്ങനെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, പറഞ്ഞതൊക്കെ ഉണ്ടാക്കാനും ഉണ്ടാക്കി കൊടുക്കാനും. ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ ഉണ്ടെങ്കിൽ ഒരാളിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ പറഞ്ഞപ്പോൾ ശരി ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം, അതിൻ്റെ കൂടെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് അതാണ് ഉണ്ടാക്കിയത്. പിന്നെ അത് മാത്രമല്ല താഴെ ചേട്ടന്മാർക്കും കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ സംഭവം നല്ല ഉഷാറായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ദിവസം. പിന്നെ അതിൻ്റെ കൂടെ ചൂട് കൊടുക്കുന്ന ഒരു ഗ്ലാസ് കോഫിയും ബൂസ്റ്റും ഉണ്ടാക്കി കുടിച്ചു. അങ്ങനെ രാത്രിത്തെ പരിപാടി തീർന്നു. ഞങ്ങൾക്ക് ഇനി ഒരാഴ്ചത്തെ തുണിയൊക്കെ മടക്കാണ്ടേ, അപ്പം ഞങ്ങൾ പോയി മടക്കട്ടെ കേട്ടോ. ബായ്, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.